തആലാഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എന്നെ ശുദ്ധീകരിക്കണം, നബിയെ എന്നെ ശുദ്ധീകരിക്കണം. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാത്തതുപോലെ പറഞ്ഞു, പോ മായിസെ, പോ. മായിസിനെ പറഞ്ഞു വിട്ടു. കാരണം എന്തേ? കേൾക്കാത്തതുപോലെ കേട്ടു നബിതങ്ങൾ. കാരണം വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബിതങ്ങൾ വിചാരിച്ചു പോയി തൗബ ചെയ്യട്ടെ. മായിസിനോട് പറഞ്ഞു, പോ, കേൾക്കാത്ത പോലെ പോ എന്ന് പറഞ്ഞ് നബിതങ്ങൾ പറഞ്ഞു വിട്ടു. മായിസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി. സമാധാനം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. വല്ല ലഹരി അടിച്ചവനെ പോലെ വിളിച്ചു പറയുന്ന നോക്ക്. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് നബിതങ്ങളോട് വന്നു പറഞ്ഞു, നബിയേ, മായിസ് കള്ളു കുടിക്കാറില്ല. മായിസ് കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും നബിതങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കറിയാം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്നറിയോ? യാ റസൂലല്ലാഹ്, നാണം കെട്ടാൽ ഈ ജനങ്ങളുടെ മുമ്പിലല്ലേ നാണം കെടുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുമല്ലോ? ഇതിനൊരു അവസാനമുണ്ടല്ലോ. ഇവര് എറിഞ്ഞ് ഞാൻ മരിച്ചാൽ അതോടുകൂടി ഈ ശിക്ഷ തീരുമല്ലോ. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയില് ഇത് മറച്ചു വെച്ചിട്ട് അള്ളാടെ കോടതിയിൽ ചെന്നിട്ട് ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയേ, എനിക്ക് വയ്യ നബിയേ. വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ ചെല്ലാറ് നരകം എനിക്ക് പേടിയാ, മഹ്ശറ എനിക്ക് പേടിയാ, അള്ളാന്റെ നരകത്തിന്റെ തീ എനിക്ക് പേടിയാ. എനിക്ക് വയ്യ നബിയേ, എനിക്ക് വയ്യ നബിയേ. ഇവിടെ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി എന്റെ പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് സർവ്വം തന്ന അള്ളാടെ മുന്നിൽ പോയി ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന്. എനിക്ക് കുഴപ്പമില്ല നബിയേ, എനിക്കുള്ള ശിക്ഷ വിധിക്കു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ നബിതങ്ങൾ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലാ പറയുകയാ. അള്ളാഹുവേ, കേൾക്കു പെങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് നമുക്കൊരു പാഠമാടോ, ഇത് നമുക്കൊരു പാഠമാടോ. പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, ഭാര്യ വഞ്ചിച്ചവരുണ്ടല്ലോ, ജീവിതത്തിൽ വ്യഭിചരിച്ചവരുണ്ടല്ലോ. മക്കളെ, ഇത് നമുക്കൊരു പാഠമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എറിഞ്ഞു കൊല്ലാ പറയുകയാണ്. സ്വഹാബികൾ എറിയുകയാ. കല്ലെടുത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് എറിയുമ്പോ വേദന സഹിക്കാൻ പറ്റാതെ മരണവപ്രാളത്തിൽ ഓടിപ്പോവുകയാ. മായിസ് അറിയാതെ ഓടിപ്പോയി, ജീവനും കൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു.